നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ജയിലിലായിരുന്നെങ്കിൽ എന്റെ മോൾക്ക് ആരെയും കാണാൻ പറ്റില്ലായിരുന്നു. മെന്റൽ ഹോസ്പിറ്റലാവുമ്പോ എല്ലാവർക്കും അവളെ പോയി കാണാനെങ്കിലും കഴിയുള്ളൂ. ശബരിനി 24 മണിക്കൂർ അതിന്റെ മുറ്റത്തുണ്ടാവും. രാത്രി ഞാനും കൂടി ഇരിക്കാന്ന് പറഞ്ഞതാ, പക്ഷെ അവൻ സമ്മതിച്ചില്ല. രഘു, എന്നാലും ദിവസവും നീ അവിടെ പോണം. പറ്റുമ്പോഴൊക്കെ നിങ്ങൾ എല്ലാരും കൂടി പോണം. എന്റെ മോളെ അതിനകത്ത് കിടക്കുന്നത് കാണാനുള്ള ശക്തി ഈ അച്ഛനില്ല മക്കളെ. അതുകൊണ്ട് ഞാൻ പോവില്ല. എനിക്ക് പോകാൻ പറ്റില്ല മക്കളെ. എന്റെ മോള് എന്നോട് ക്ഷമിക്കും, അതെനിക്കറിയാം. അച്ഛന്റെ നെഞ്ചിലെ ചൂടിൽ കുഞ്ചും മഞ്ചിതൽ പൂവുകൾ തേങ്ങി തോരത്ത നൊമ്പരപ്പെത്തിൻ നോവിൽ പൂനില പുഞ്ചിരി മങ്ങി ഇനി നൂണങ്ങാൻ നേരറിയ ഉള്ളിലാളും തീയണയ ഇതിലേ വരുമോ? അച്ഛന്റെ നെഞ്ചിലെ ചൂടിൽ കുഞ്ചും മഞ്ചിതൽ പൂവുകൾ തേങ്ങി തോരത്ത നൊമ്പരപ്പെത്തിൻ നോവിൽ പൂനില പുഞ്ചിരി മങ്ങി. ആഴിതൻ നീരലകൾ വിധിയത്തരുമ കനിവേഴും കഥയൊരു നാളിൽ തേങ്ങും ചൂടുനെഞ്ചിൽ ഒരു താരാട്ടി നീളം തരൂ. തേങ്ങും ചൂടുനെഞ്ചിൽ ഒരു താരക പാട്ടു തരൂ. ഇതിലേ വരുമോ? അച്ഛന്റെ നെഞ്ചിലെ ചൂടിൽ കുഞ്ചും മഞ്ചിതൽ പൂവുകൾ തേങ്ങി തോരത്ത നൊമ്പരപ്പെത്തിൻ നോവിൽ പൂനില പുഞ്ചിരി മങ്ങി ഇനി നൂണങ്ങാൻ നേരറിയ ഉള്ളിലാളും തീയണയ ഇതിലേ വരുമോ? കുഞ്ഞമ്മേ, പല്ലിച്ച് കഴിഞ്ഞോ? ചായ എടുത്ത് വെക്കട്ടെ? എടുത്തു വെച്ചോ വരാം. എന്നെ ഉണ്ട് സുധാ പത്രത്തിലെ വാർത്തകളൊക്കെ? എന്നുള്ള പോലെ തന്നെ പിടിച്ചു പറയും, കൊലപാതകവും അതൊക്കെ തന്നെ. പിന്നെ സുധാ, ഞാനൊന്ന് പോയി സുശീലയെ കണ്ടാലോ? അവിടത്തെ കാര്യങ്ങളൊന്നും അത്ര പന്തിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെ അവിടെ പുകയുന്നുണ്ട് സുധാ. സത്യം വന്ന് പ്രതിഭയെ കൂട്ടിക്കൊണ്ട് പോയപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്റെ കുഞ്ഞമ്മേ, ഇവിടെ കണ്ടതും കേട്ടതും ഒന്നും അവിടെ ചെന്ന് പറഞ്ഞേക്കല്ലേ. അല്ലെങ്കിൽ തന്നെ സുശീലയ്ക്കിപ്പോ ഞങ്ങളോടും ഞങ്ങളുടെ മോളോടും കലിപ്പ് തുടങ്ങിക്കാണു. അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളല്ലേ. ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു തലവേദനയും ഉണ്ടാക്കത്തില്ല, അതുപോലെ. അത് മതി കുഞ്ഞമ്മേ. നിങ്ങൾ ഇവിടെ വന്നിട്ടുമില്ല, നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല, അത്രേ ഉള്ളൂ. പക്ഷേ അവിടെ എനിക്ക് സുധാ നിക്കക്കള്ളി കിട്ടിയില്ലെങ്കിൽ ഞാനിങ്ങോട്ട് തന്നെ വരും.
അതെ, കുറച്ച് ദിവസത്തേക്ക് എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാ എന്റെ കൊച്ചുമോനെ എനിക്ക് കിട്ടാനുള്ള കാശ് വാങ്ങി കൊടുക്കാനുള്ളവർക്ക് കൊടുത്തിട്ട് എന്നെ വിളിക്കും. എന്നിട്ടേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ കൊച്ചുമോൻ ഇപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടോ കുഞ്ഞമ്മേ? പിന്നല്ലാതെ, അവന് ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഓ, മകന്റെ തല പൊങ്ങാൻ തുടങ്ങിയതോടെ തന്തേ നള്ളേ വണ്ടിക്ക് തല വെച്ചില്ലേ. 6 മാസം ജയിലിലും 6 മാസം വീട്ടിലും അവൻ. ഉള്ള കാര്യം പറയാലോ, വീട്ടിൽ വന്നാ പിന്നെ എനിക്ക് സ്വൈര്യമില്ല. അവനാണോ കുഞ്ഞമ്മയുടെ ചിട്ടിക്കാശ് പിരിച്ചു തരാൻ പോകുന്നത്? അതൊക്കെ കുഞ്ഞമ്മ കള്ളം പറയുന്നതാ. വേറെ എന്തോ പ്രശ്നമായിട്ടാ കുഞ്ഞമ്മ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ. സത്യം പറ കുഞ്ഞമ്മ, നിങ്ങളെ തിരക്കി ഇനി ഇവിടെ പോലീസ് വരുമോ? എന്നെ തിരക്കി ഒരു പോലീസും പട്ടാളം ഒന്നും വരാൻ പോകുന്നില്ല പ്രഭാവതി. നീ പറഞ്ഞ പോലെ ഞാൻ ആർക്കും ചിട്ടിക്കാശ് കൊടുക്കാനും ഇല്ല. പിന്നെന്താ കുഞ്ഞമ്മ പ്രശ്നം? നിങ്ങൾ ഞങ്ങളോട് സത്യം പറ. അവൻ തന്നെ സുധാ പ്രശ്നം. ബാക്കി ആരുണ്ടോന്ന് ചോദിച്ച ആകെയുള്ള ഒരുത്തൻ, മോളുടെ മോൻ മുരുകൻ. താഴത്തും തലയിലും വെക്കാതെ ഞാൻ അവനെ വളർത്തിയതാ. ഇപ്പൊ പേരക്കുട്ടിയെ പേടിച്ച് ഒളിച്ചോടേണ്ട അവസ്ഥയായി മുത്തശ്ശിക്ക്. അവൻ വലിയ കുഴപ്പക്കാരനാണെന്ന് എനിക്കറിയാം. കള്ളും കഞ്ചാവും പിടിച്ചുപറിയായിട്ട് നടക്കുന്ന കാലത്തെ മുരുകൻ എന്റെ മുമ്പിലും വന്ന് പെട്ടിട്ടുണ്ട്. ചോദിക്കുന്നത് കൊടുത്തില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവനെ പേടിച്ച് കുഞ്ഞമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതിന് പോലീസിൽ പോയി പരാതി കൊടുത്താ പോരെ? അല്ല, കുഞ്ഞമ്മയെ അവൻ എന്ത് പറഞ്ഞിട്ടാ ഭീഷണിപ്പെടുത്തുന്നത്? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും ചിട്ടി നടത്തി കിട്ടിയ പണവും ഒക്കെ ഞാൻ അവനാ കൊടുത്തത്. അതും പോരാഞ്ഞ് വീട്ടിനകത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയി അവൻ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കും. ഇത്രയും കാലം ഞാനൊക്കെ സഹിച്ചു. ഇപ്പൊ അവന് വേണ്ടത് അവന്റെ അച്ഛനും അമ്മയും മുത്തശ്ശനും അടക്കം കിടക്കുന്ന ആ മണ്ണ. അതുകൂടി വിറ്റാ പിന്നെ ഞാൻ കടത്തിനെ പോയി കിടക്കേണ്ടി വരും. ഞാൻ മരിക്കുന്നവരേക്കും അത് അന്യയുടെ കൈ പോകരുത്.